കോഴിക്കോട് ജില്ലയിൽ കോളറ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ആരോഗ്യ കാർഡ് നടപ്പിലാക്കുകയാണ്. ഇതിന് മുന്നോടിയായി വിവരശേഖരണം ആരംഭിച്ചു കഴിഞ്ഞു. അതേസമയം ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഇടങ്ങളിൽ കോളറ സാധ്യതയുണ്ടെന്ന ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ് അവഗണിച്ചതായും ആരോപണം ഉയർന്നിട്ടുണ്ട്. ജില്ലയിൽ കോളറ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് കോർപ്പറേഷൻ ആരോഗ്യ കാർഡ് നൽകുന്നത്. ഇതിന്റെ ഭാഗമായി മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിക്കും. ഇതിനു മുന്നോടിയായി 18 സർക്കിളുകളിലായി ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ഇവരുടെ വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങി. വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഇവരുടെ വാസമെന്ന് ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇവരുടെ ബ്ലഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്ത് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, മലേറിയ, മറ്റ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. അവർക്ക് അതുമായി ബന്ധപ്പെട്ട് ഒരു ഹെൽത്ത് കാർഡ് ഇഷ്യൂ ചെയ്യുക എന്നുള്ളതാണ് കോർപ്പറേഷൻ ഉദ്ദേശിക്കുന്നത്. അതേസമയം തേങ്ങയിലക്കടവ് ഉൾപ്പെടെ മാവൂരിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഇടങ്ങളിൽ കോളറ സാധ്യതയുണ്ടെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടപടി സ്വീകരിച്ചില്ലെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. കെ വി ബൈജു, റിപ്പോർട്ടർ, കോഴിക്കോട്.